തീവ്രവാദി നേതാക്കളുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ച് സമരങ്ങൾ ചെയ്തിട്ടും ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാതെ മുസ്ലിം ലീഗ്. വഖഫ് നിയമ ഭേദഗതിയുടെ പേരിലുള്ള പ്രതിഷേധത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി വേദി പങ്കിടാൻ ഒരുങ്ങുകയാണ് മുസ്ലിം ലീഗ്. ഇന്ന് എറണാകുളത്ത് നടക്കുന്ന പ്രതിഷേധ പരിപാടിയിൽ മുസ്ലിം ഉന്നതാധികാര സമിതി അംഗവും പാർലമെൻറ്റ് അംഗവുമായ ഇ.ടി. മുഹമ്മദ് ബഷീർ അതിഥിയായി പങ്കെടുക്കും. ജമാഅത്തെ ഇസ്ലാമിയിലേക്കുള്ള മുസ്ലിം ലീഗിന്റെ പാലമായി എപ്പോഴും പ്രവർത്തിക്കുന്ന നേതാവാണ് ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി. നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ സക്കാത്ത് ക്യാമ്പയിനിന് ആശംസകൾ നേർന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി. രംഗത്തെത്തിയിരുന്നു. ലീഗിന്റെ ജമാഅത്തെ ഇസ്ലാമി ബന്ധം സമസ്ത എപ്പോഴും എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ബന്ധം ഉപേക്ഷിക്കാൻ ലീഗ് തയ്യാറല്ല എന്നതിന്റെ തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ജമാഅത്തെ ഇസ്ലാമി ഇന്ന് എറണാകുളത്ത് നടത്തുന്ന പരിപാടിയിൽ ലീഗ് നേതാവും എം.പിയുമായ ഇ.ടി. മുഹമ്മദ് ബഷീറാണ് അതിഥി. ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രവാദ ആശയങ്ങൾ മുസ്ലിം സംഘടനകൾ പോലും വിമർശിക്കുന്ന ഘട്ടത്തിലാണിത്. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കഴിഞ്ഞ ദിവസം കരിപ്പൂർ എയർപോർട്ടിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിഭാഗമായ സോളിഡാരിറ്റി നടത്തിയ മാർച്ചിൽ നിരോധിത തീവ്രവാദ സംഘടനയായ മുസ്ലിം ബ്രദർഹുഡ് സ്ഥാപകന്റെയും ഹമാസ് തലവന്റെയും ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടിയിരുന്നു. മുസ്ലിം ബ്രദർഹുഡ് സ്ഥാപകൻ ഇമാം ഹസനുൽ ബന്ന, നേതാവായ സയ്യിദ് കുത്തുബ്, ഹമാസ് നേതാക്കളായ അഹമ്മദ് യാസിൻ, യാഹ്യ സിൽവാർ എന്നിവരുടെ ചിത്രങ്ങളാണ് ഉയർത്തിക്കാട്ടിയത്. ഈ രീതിയിലുള്ള പ്രതിഷേധം പൊതുജനങ്ങൾക്കിടയിൽ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചപ്പോൾ അത്തരമൊരു പ്രതിഷേധത്തെപ്പറ്റി അറിയില്ലെന്നായിരുന്നു പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. വഖഫ് സമരവും മുസ്ലിം ബ്രദർഹുഡും തമ്മിൽ എന്തു ബന്ധമെന്ന് മുസ്ലിം പണ്ഡിതരിൽ നിന്ന് പോലും ചോദ്യങ്ങളും ഉയർന്നു. എന്നാൽ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ് ലീഗ്. മുസ്ലിം ലീഗിനെ നയിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണെന്ന ആരോപണം ശക്തമാക്കുകയാണ് ലീഗിന്റെ ഈ നടപടികൾ. ജനം, കോഴിക്കോട്.